നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിൽ 3 അധികാര കേന്ദ്രങ്ങളാണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇതിൽ ജുഡീഷ്യറിയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ആ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം അവരുടെ തന്നിഷ്ടം നടത്തിയിരിക്കുകയാണ്. പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ചുമതലയേറ്റ് ഒപ്പുവച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന പാനലിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെയും ചീഫ് ജസ്റ്റിസിനെയും വെട്ടിമാറ്റിക്കൊണ്ട് മോദി സർക്കാർ അവരുടെ തന്നിഷ്ടം നടത്തുമ്പോൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി മോദി കമ്മീഷൻ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഉടനെ അർദ്ധരാത്രി ഒരു മീറ്റിംഗ് കൂടി അമിത്ഷായും മോദിയും ജ്ഞാനേഷ് കുമാർ മതി എന്നങ്ങ് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റി അംഗമായിട്ട് നിയമിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി കമ്മീഷൻ കമ്മിറ്റിയിൽ ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി നൽകിയിരുന്നു. അതും തള്ളിക്കൊണ്ട് അവർ ഇപ്പോൾ അവരുടെ തന്നിഷ്ടപ്രകാരം സ്വാർത്ഥ താല്പര്യത്തിന് കൊടി വീശിയതാണ് ഈ ഒപ്പുവയ്ക്കൽ. നിയമപ്രകാരമുള്ള കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ കമ്മീഷനിൽ ഉൾപ്പെടുത്തുന്നതിനെ വെട്ടിച്ചുരുക്കിയത്. അവർക്ക് വേണ്ട ഉത്തരവ് ലംഘിച്ച ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട്, അതും രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രമായിട്ടുള്ള ആ ഒരു നീക്കത്തെക്കുറിച്ച് അത് കോടിക്കണക്കിന് വോട്ടർമാരുടെ ഇടയിൽ ആശങ്കകളാണ് ഇപ്പോൾ മോദി സർക്കാർ വലുതാക്കിയിരിക്കുന്നത്. എന്നാൽ ചുമതലയേറ്റ ശേഷം രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ആദ്യപടി വോട്ട് ചെയ്യലാണെന്നും 18 വയസ്സ് പൂർത്തിയായ ഓരോ ഇന്ത്യൻ പൗരനും വോട്ട് രേഖപ്പെടുത്തണമെന്നും എല്ലായ്പ്പോഴും വോട്ട് ചെയ്യണമെന്നും ജ്ഞാനേഷ് കുമാർ തൻ്റെ ആദ്യ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന അതിൽ പുറപ്പെടുവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ, ചട്ടങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ തന്നെ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്കൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പാനൽ ജ്ഞാനേഷ് കുമാറിൻ്റെ പേര് ശുപാർശ ചെയ്തു. രാഷ്ട്രപതിയുടെ ഉത്തരവിനെ തുടർന്ന് ഫെബ്രുവരി 17 അദ്ദേഹത്തെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം സംബന്ധിച്ച പുതിയ നിയമപ്രകാരം നിയമിതനായിട്ടുള്ള ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം. രാജീവ് കുമാറിന് പകരക്കാരനായ അദ്ദേഹം നിയമിതനുമായി. രാജീവ് കുമാറിൻ്റെ കാലത്ത് ജ്ഞാനേഷ് കുമാർ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. എന്നാൽ ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ ഇപ്പോൾ പരിഗണനയിലാണ്. അത് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ണു നട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്നുള്ള ഈ ഒരു ചുമതലയേൽക്കൽ നടന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നെങ്ങാനും സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ മോദിയും അമിത്ഷായും ഇറങ്ങി ഓടേണ്ട അവസ്ഥയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒപ്പുവെച്ചവരും എല്ലാം തന്നെ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം അഥവാ ADR എന്ന സംഘടനയാണ് ജ്ഞാനേഷ് കുമാറിൻ്റെ ഈ ഒരു പൊടുന്നനെയുള്ള നിയമനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെ നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഹർജികളും കേസുകളും ഒക്കെ നിലവിലുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസിന് പകരം ക്യാബിനറ്റ് മന്ത്രിയെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിയമിച്ചതും വിവാദമായി തന്നെ മാറിയിരുന്നു. കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ച വലിയ വിവാദമായി തന്നെ മാറിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, N. കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് ഫെബ്രുവരി 19 മാറ്റുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ നടപടികൾ വരുന്നത് പോലും കാത്തു നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നിഷ്ടപ്രകാരം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവും ഒപ്പുവയ്ക്കലും ഒക്കെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ തന്നിഷ്ടം മാത്രം നോക്കിയാണ് ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഇപ്പോൾ മോദി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. അതോടെയാണ് ഹർജി പരിഗണിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി തന്നെ തിടുക്കപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ഒരു നിയമനവും ഒപ്പുവയ്ക്കലും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ADR അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ യാതൊരു വിലയും കൽപ്പിക്കാത്ത മോദി സർക്കാർ ഇപ്പോൾ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകത്തെയും പൂർണ്ണമായി അപമാനിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ പോക്കറ്റിലാണ് എന്നതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത് എന്നാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.